ഇന്ത്യയിലെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ചർച്ചയിലുണ്ടാകും. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഇന്നലെ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകളാണ് ഇന്നലെ നടന്നത്. ഇനി നടക്കാനുള്ളത് ഇപ്പോൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. പ്രധാനമന്ത്രിയുടെ ചൈനീസ് സന്ദർശനം വരുന്നു. അപ്പോൾ നിലവിലെ ബന്ധങ്ങൾ അത് കുറച്ചുകൂടി താരിഫുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ കൂടി വളരെ പ്രധാനമാണ്. എത്രത്തോളം നിർണായകമാണ് ഈ കൂടിക്കാഴ്ചകൾ? അല്പസമയത്തിന് മുമ്പാണ് ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമായും ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന അതിർത്തി തർക്കം, പ്രധാനമായും ലഡാക്കിലുണ്ടായ സംഘർഷം, അതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ വലിയ രീതിയിൽ സൈനിക വിന്യാസം നടത്തിയിരുന്നു. ഏതാണ്ട് 60,000-ഓളം സൈനികരെ ഇന്ത്യയും ഒപ്പം തന്നെ ചൈനയും അവരുടെ അതിർത്തികളിൽ വിന്യസിച്ചിരുന്നു. പിന്നീട് ഇരു രാജ്യങ്ങൾ തമ്മിൽ പല സമയങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഘട്ടം ഘട്ടമായി ഈ സേനാ പിന്മാറ്റം നടത്തിയിരുന്നുവെങ്കിലും പൂർണ്ണ തോതിൽ എത്തിയിരുന്നില്ല. അതിൻ്റെ തുടർ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ചർച്ച നടക്കുന്നത്. എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ ഈ ചർച്ച എന്തായാലും ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇരു രാജ്യങ്ങളും ഈ സേനാ വിന്യാസം അത് കുറച്ചു കൊണ്ടുവരിക, അത് പൂർണ്ണ തോതിൽ പഴയ രീതിയിലാക്കുക, 2020 മുൻപുള്ള നിലയിലേക്ക് ആക്കുക, അതിനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ചർച്ചകളാണ് നടക്കുന്നത്. ഇന്നലെ വിദേശകാര്യമന്ത്രിയുമായിട്ടും വാങ് യി ചർച്ച നടത്തിയിരുന്നു. അതിൽ ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതായത് നേരത്തെ ഈ ചൈനയിൽ നിന്നുള്ള ചില ഈ രാസവളങ്ങളുടെയും ഒപ്പം തന്നെ റെയർ എർത്സിൻ്റെയും ഒക്കെ ഇറക്കുമതി ചൈന കുറച്ചിരുന്നു, കയറ്റുമതി ചൈന കുറച്ചിരുന്നു. അത് വീണ്ടും പുനർവിന്യസിക്കാൻ അല്ലെങ്കിൽ വീണ്ടും അത് പുനർചിന്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും ഇന്ത്യയിലേക്ക് രാസവളങ്ങളും റെയർ എർത്സും ചൈന കയറ്റി അയക്കും. അക്കാര്യത്തിൽ ഒരു ഉടമ്പടി, ഒരു കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിട്ട് ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും വാങ് യി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം മടങ്ങിപ്പോവുക. ഈ മാസം അവസാനം ഈ ഷാങ്ഹായ് ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ മോദി പങ്കെടുക്കാനായി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യയിൽ നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകളാണ്.